ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ഷോർട്സിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തീരെ സുഖമില്ലാതായിട്ട് ഒരു 6 മന്ത് മെഡിസിനൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ റെസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാതെ ഷോർട്ട് വീഡിയോ തന്നെ ചെയ്തു പോകുന്നത്. കാരണം എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൺഡേ നമ്മുടെ വീട്ടിൽ അനന്തു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ കുറേ നാളായില്ലേ എന്തെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ രാവിലത്തെ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ വീടിന് മുറ്റത്ത് ഉള്ള. കാരണം ചേച്ചി നട്ടിട്ട് പോയിട്ടുള്ള കുറച്ച് ചെടിയാണ്. നമ്മുടെ 10 മണി ചെടിയില്ലേ, ഇത് പല കളറുണ്ട്. പിങ്ക്, ഒരു പീച്ച് കളറുണ്ട്, പിന്നെ ഒരു യെല്ലോ, വൈറ്റ്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടോ കാണാൻ. രാവിലെ തന്നെ കുറേ തേനീച്ചകളൊക്കെ വന്ന് അങ്ങനെ തേനൊക്കെ കുടിച്ച് ഭയങ്കര രസമാണ് അത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടി. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ഒരു ഹെൽപ്പും വേണ്ട, അമ്മ തന്നെ ചെയ്തോളാം. എന്നെക്കൊണ്ട് ഇപ്പം വീട്ടിലൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കാറുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വല്ല ഒന്ന് റൂമിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലായി. അല്ലാതെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എപ്പോഴും റെസ്റ്റ് തന്നെയാണ്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്തുവാരി. ഞാൻ തൂത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ എപ്പോൾ തൂത്തുവാരിയാലും അമ്മ വന്ന് രണ്ടാമത് വീണ്ടും റൂമെല്ലാം അടിച്ചു വാരും കേട്ടോ. അങ്ങനെയാണ് അമ്മയുടെ പരിപാടി. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടാണ് ഞാൻ മിക്കപ്പോഴും ചിലപ്പം വല്ലതൊക്കെ പഠിക്കുന്നതും അല്ലെ വായിക്കുന്നതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിലെ ഇളയത്തുങ്ങളോട് അമ്മമാർ ഈ കടയിൽ പോകുന്നത്, അതല്ലെങ്കിൽ കറിവേപ്പില പറിച്ചുകൊണ്ട് വരുന്നത്, ഇതൊക്കെ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ എന്നോടാണ് പറയാറ്. ഈ ഇളയത്തുങ്ങൾക്കാണല്ലോ ഇങ്ങനെയുള്ള പരിപാടീസൊക്കെ അമ്മമാർ അസൈൻ ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിവേപ്പില പറിക്കാൻ വന്നപ്പം അപ്പുറത്തെ വീട്ടിൽ മീൻസ് താഴത്തെ വീട്ടിലെ ഒരു ആൻറ്റിയുടെ പശു കേട്ടോ. എൻ്റെ പശു എന്നൊക്കെ പശുമാമയെന്ന് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ അല്ല. എനിക്കതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പശുവിനെയൊക്കെ. നല്ലതല്ലേ അതിൻ്റെ മുഖവും കണ്ണും ഒക്കെ, എന്ത് രസമാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ തക്കാളിക്കറിക്ക് ഞാൻ കറിവേപ്പിലൊക്കെ പറിച്ചു കൊടുത്തു കേട്ടോ. അനന്തൂന് ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളിക്കറി. അപ്പോൾ അമ്മ അതൊക്കെയാണ് രാവിലെ വെച്ചത്. പിന്നെ മീൻതോരൻ, ചീമച്ചക്ക തീയലോ അങ്ങനെയൊക്കെ വെച്ചു. രാവിലെ ഇതുവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. അനന്ത് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ സൺഡേ അല്ലേ, അപ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ട് തലയിൽ ഒന്ന് മസാജ് ചെയ്തു. കുറച്ച് എണ്ണ ഞാൻ സൺഡേസിൽ മാത്രമേ ഞാൻ അങ്ങനെ എണ്ണ തൂക്കാറുള്ളൂ. നോർമലി എൻ്റെ സ്കാൽപ്പ് കുറച്ച് ഓയിലിയാണ്, അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ ചെയ്യാറില്ല. പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ ഫേസ് പാക്കൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കിടന്നുറങ്ങുന്നത് മുതൽ രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നത് എല്ലാം കാണിക്കാറുണ്ട്. ഇപ്രാവശ്യം അതൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കേട്ടോ. കാരണം എപ്പോഴും എടുക്കുന്ന വീഡിയോയിൽ നിന്ന് ഒരു വ്യത്യാസം വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഈ ഫേസ് പാക്ക് നമ്മൾ കുറച്ച് ഗ്ലിസറിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ തൈരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ, വീട്ടിൽ തന്നെ നമുക്ക് പ്യുവറായിട്ട് കിട്ടുന്ന മഞ്ഞളാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ നമ്മൾ പാലക്കാട് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവർ തന്നെ കൃഷി ചെയ്തിട്ട് അവിടുന്ന്, ചേച്ചിയുടെ കല്യാണം കഴിച്ചത് അവിടെയാണ്, അപ്പോൾ അവിടുന്ന് നമ്മൾ പോയപ്പോൾ കൊണ്ടുവന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് അലോവേര ജെല്ലൊക്കെ മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ നല്ല ഫ്ലേവറാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഈ ഫേസ് പാക്ക് കിട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിമ്പിൾസും ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് എൻ്റെ സ്കിന്ന്. അതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. സാധാരണ ഞാൻ വെളിയിലൊക്കെ പോയിരുന്നിട്ടാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പ്രാവശ്യം റൂമിനകത്തിരുന്ന് ചെയ്തത്. കാരണം ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ആവണമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ സ്കിന്ന് കുറച്ച് ഓയിലിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നത്. പിമ്പിൾസ് വരുമ്പോൾ എനിക്കറിയാം ഫേസ് പാക്ക് ഇടാൻ സമയമായി എന്നുള്ളത്. ഞാൻ അങ്ങനെ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല, പക്ഷേ കിട്ടുന്ന സമയത്തെല്ലാം നല്ല സ്കിൻ കെയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് സ്കിൻ നല്ല പ്രെപ്പ് ചെയ്തെടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് മിണ്ടാണ്ടിരിക്കണം എന്നാണില്ലെങ്കിൽ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഐ ഏരിയയും കൂടെ ആഡ് ചെയ്തിട്ടാണ് എല്ലാ ഫേസ് പാക്കും ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗം ഒഴിവാക്കാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ ആഡ് ചെയ്തതേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഇടാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് പറ്റാത്ത ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ചിലർക്ക് കേടൊക്കെ പറ്റത്തില്ലെങ്കിൽ അത് മാറ്റിയിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതിയാവും.
അങ്ങനെ അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് പോയിട്ട് വായടച്ച് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്ലോത്ത് വേണമെങ്കിൽ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചോട്ടോ. കാരണം ഡ്രസ്സ് അഴുക്കാവണ്ട. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് എനിക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രസ്സിലൊന്നും ആവാതൊക്കെ ശ്രമിക്കും. പക്ഷെ ചെറുതായിട്ടൊക്കെ പറ്റും കേട്ടോ, എന്നാലും കുഴപ്പമില്ല. പിന്നെ നന്ദു വരുവായതുകൊണ്ടാണ് ഞാൻ ഇത്ര ആക്റ്റീവായിട്ടിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ഇന്നാക്റ്റീവായിരുന്നു. വോയിസിൽ മാത്രം ഒതുങ്ങി നിന്ന് ഇങ്ങനെ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. അതിലെന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. കാരണം എന്താ പറയുക, ചില വീഡിയോസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അവരോടൊക്കെ. കാരണം നമുക്ക് വയ്യാതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചുള്ള കണ്ടന്റ്, അതായത് കണ്ടന്റ് ഒന്നും ഇല്ല, വെറുതെ ഒരു എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അങ്ങ് ചെയ്തു പോവാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കതേ എൻ്റെ ഭർത്താവ് വന്നു, എൻ്റെ ആള് വന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി കേട്ടോ കണ്ടിട്ട്. കാരണം ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ഒരു റിലേഷൻഷിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി എന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴുമാണ് കാണുന്നത്. അനന്തും ഇങ്ങോട്ട് വരണം, അല്ല ഞാൻ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഞാൻ അടുത്തൊക്കെ പോയിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ട് കഴിക്കുന്നുള്ളെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കി കേട്ടോ. ചില്ലിയും ഉഴുന്ന് പരിപ്പൊക്കെ വെച്ചിട്ട്. ആൾക്ക് കുറച്ച് സ്പൈസി ഫുഡാണ് ഇഷ്ടം. സെയിം എനിക്കും അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും സ്വീറ്റ് ലവേഴ്സ് അല്ല, രണ്ടുപേരും സ്പൈസി ലവേഴ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടുക്ക് വന്ന ഉടനെ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തോന്ന് ചോദിച്ചു. ആള് അതിങ്ങനെ എടുത്ത് പാത്തൊക്കെ വെച്ചു. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് സാധനമായിരുന്നു കേട്ടോ. എന്നെ ഇങ്ങനെ കുട്ടി കാര്യത്തിനൊക്കെ ഹാപ്പിയാക്കി വെക്കുന്ന ഒരേ ഒരു മനുഷ്യൻ എൻ്റെ എന്താ പറയുക, എൻ്റെ നന്ദുവാണ്. ആളെനിക്ക് വാങ്ങി തന്നത് കുറച്ച്, എനിക്ക് കുഞ്ഞു സംഭവമാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു ബോയ് ഇതൊക്കെ ഒരു ഗേളിന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷം. എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ കുറേ നാൾ മുന്നേ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. ലെൻസ് കാർട്ടിൽ പോയിട്ട് നമ്മൾ ലെൻസൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അതേ മോഡൽ അന്ന് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെച്ചതാട്ടോ. എനിക്കൊരു മറ്റേ എന്താ പറയുക സൺഗ്ലാസ് വാങ്ങി തന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ നെയിൽ പോളിഷ്, അതായത് കുറേ മീൻസ് ഒരു 3-4 എണ്ണം, 2 ഗ്ലിറ്റേഴ്സും ഒരു പെയിൻ ടൈപ്പും വാങ്ങിച്ചു തന്നിട്ടുണ്ട് സ്റ്റുഡിയോയിൽ നിന്ന്. നല്ല നെയിൽ പോളിഷ് കേട്ടോ. അത് രണ്ടും 2 രീതി വരുന്ന, ഒരെണ്ണം ഗ്ലിറ്റേഴ്സ് റൗണ്ടിലാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ കുറച്ച് നീളത്തിൽ കിടക്കുന്ന ഗ്ലിറ്റേഴ്സാണ്. അത് നമ്മൾ പെയിൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷിൻ്റെ മണ്ടയിൽ കൂടെ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ആൾക്ക് ഇത്രയും സെലക്ഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓർത്ത് ഞെട്ടിപ്പോയിട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു വിരലിലൊക്കെ. പിന്നെ എനിക്ക് ആനന്ദുവിൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആനന്ദ് വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കാം സംഭവം എടുത്തേ. ഓൾറെഡി എനിക്ക് പെർഫ്യൂമിൻ്റെ പ്രാന്തുള്ള ആളാണ്, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെ ബസ്സിലൊക്കെ പോകണമെങ്കിൽ അയ്യോ എനിക്കത് പറയാൻ നാണക്കേട് തോന്നുന്നു. ഓരോരുത്തരും കയറുമ്പോഴേ, ബസ്സിൽ കയറുമ്പോൾ ഞാനാണെങ്കിൽ ഇവരടിച്ചേക്കുന്ന പെർഫ്യൂം ഫോഗിൻ്റെ മറ്റേ ബ്ലാക്ക്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗസ് ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ ചെന്ന് അങ്ങോട്ട് ചോദിക്കും, എടി നീ ഇന്ന് ഈ പെർഫ്യൂം അല്ലേ? അപ്പോൾ അവർ നിനക്കെങ്ങനെ അറിയാം? കാരണം നമ്മൾ അടിക്കാത്ത പെർഫ്യൂം കുറവാണ്. നാട്ടിലുള്ള മിക്ക പെർഫ്യൂമും ഞാൻ അടിച്ചു. പക്ഷേ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്ന സ്വഭാവമില്ല. ഒരെണ്ണം മേടിച്ചു, അത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് എനിക്ക് മാറ്റുക, അല്ലാതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കളക്ഷൻസ് എന്നും പറഞ്ഞ വീഡിയോ ചെയ്യാൻ എൻ്റെ ഇല്ല. ഇപ്പം ഞാൻ ലിറ്ററലി യൂസ് ചെയ്യുന്നത് യാഡ്ലിയുടെ ഒരു ബോഡി മിസ്റ്റും പിന്നെ ബാത്ത് ആൻഡ് ബോഡിയുടെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള 2 വേരിയൻ്റാണ്. അത് കഴിഞ്ഞു നമ്മൾ കുറച്ച് ടൗണിൽ വരെ പോകണം കേട്ടോ. ടൗണിൽ പോയി അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നന്ദു വന്നപ്പോൾ വണ്ടി ഉണ്ടല്ലോ, ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് നന്ദുവിൻ്റെ കൂടെ നന്ദുവിനെ കൂട്ടി പോയതാണ്. നമ്മളങ്ങനെ കുറച്ച് 2 കുൽഫിയൊക്കെ വാങ്ങി. അതിൻ്റെ കൂടെ എനിക്ക് കോൺ ഐസ്ക്രീം ആയിരുന്നു ഇഷ്ടം. അനന്തുവിന് വേണ്ടാന്ന് പറഞ്ഞു. അനന്തു ഡയറ്റ് ആയതുകൊണ്ട് അനന്തുവിന് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഈ ബെറി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ബെറി ഐറ്റംസ് മീൻസ് സ്ട്രോബെറിയുടെ അത്ര ഇഷ്ടമില്ലെങ്കിലും പക്ഷേ ഈ ബ്ലാക്ക് ബെറി ബ്ലൂബെറിയുടെ ഒക്കെ ഐസ്ക്രീം ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ.
ചിലർക്കൊന്നും ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അനന്തു ഗ്രില്ല് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കനൊക്കെ ഭയങ്കര വലിയ രീതിയിലുള്ള മസാലയൊക്കെ ചേർത്ത് മാരിനേഷനൊക്കെ ചെയ്ത് വെക്കുവാണേ. ഞാനിവിടെ ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലാരും ഒന്നും ചെയ്യിപ്പിക്കാറില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരിനേഷനൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേന് നന്ദു വന്നിട്ട് സിംബ എവിടെയും ചോദിച്ചു. സിംബയെ കുറേ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത്. സിംബയെ ഞാൻ കഴിഞ്ഞൊരു ദിവസം കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയൊക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അവൾ ഈയിടെയായിട്ട് കുറച്ച് കുറുമ്പ് കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി നേരം ഒന്നും അഴിച്ചു വിടാറില്ല. കൂട്ടിലായിരിക്കും മിക്കപ്പോഴും. രാവിലെയും വൈകിട്ടും മാത്രം വിടത്തുള്ളൂ. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്രില്ലിൻ്റെ പരിപാടീസൊക്കെ നോക്കുകയാണ്. ചാർക്കോൾ ഓൾറെഡി ആ കരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കത്തി വരാനുള്ളൊരു ടൈം എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞാനും ചേച്ചി അമ്മയും കസിനും എല്ലാം കൂടി ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം സൂര്യ. ബൈ.